ധാത്രിക. രചന അവതരണം സ്വപ്നശ്രീ ഋതുപല്ലവി. ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായി ഈ കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല. ഭാഗം 1. ആർത്തിരമ്പുന്ന സാഗരത്തിന് മുകളിലൂടെ ചിലച്ചുകൊണ്ട് ഒരു ഭീമൻ പക്ഷി പറന്നു. നാലുപാടും കടലാൽ ചുറ്റപ്പെട്ട കാട് മൂടപ്പെട്ട ആ ദ്വീപിലേക്ക് ആ പക്ഷി പറന്നു ചെന്നു. ഒരു ഭീമൻ മരത്തിൻ്റെ കൊമ്പിലിരുന്ന് ആ പക്ഷി ഉറക്കെ കരഞ്ഞു. ആ വിളി കേട്ടിട്ടാവാം അവൻ ഞെട്ടലോടെ കണ്ണു തുറന്നു നോക്കി. ചുറ്റുപാടും നോക്കി അവൻ ശരിക്കും പകച്ചുപോയി. ഒരു വലിയ കാടിനുള്ളിലെ മരത്തിന് കീഴിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവനെ. തനിക്ക് അജ്ഞാതമായ ഏതോ കാടാണ് അതെന്ന് അവന് മനസ്സിലായി. പിന്നിൽ ബന്ധിച്ച് കെട്ട് അഴിക്കാനായി അവൻ ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ നടന്നില്ല. പെട്ടെന്ന് തലയ്ക്കകത്ത് ഒരു കമ്പനം പോലെ തോന്നി. ആകെ ഒരു തരിപ്പ്. അവൻ കണ്ണുകൾ ഇറുകിയടച്ച് നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോഴാണ് ആരോ വന്ന് തന്നെ വിളിച്ചത്. സാർ, കടൽത്തീരത്ത് ഒരാൾ കിടക്കുന്നു, ബോട്ട് തകർന്നതാണെന്നാ തോന്നണത്. കേട്ട പാതി കൂടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒന്നും കാണാനില്ല. അയാളെ നോക്കി. എവിടെ എന്ന് ചോദിച്ചത് മാത്രം ഓർമ്മയുണ്ട്. തലയ്ക്ക് പിന്നെ ശക്തമായ ഒരു അടിയേറ്റതും ബോധം മറിഞ്ഞ് താഴെ വീണതും ആരൊക്കെയോ ചുറ്റും വന്നു നിന്നതും മങ്ങിയ ഒരു ചിത്രം പോലെ മനസ്സിൽ തെളിഞ്ഞു. ആരായിരുന്നു അവർ? എന്തിനാ തന്നെ ഇവിടെ കൊണ്ടുവന്നത്? അവൻ ആലോചിച്ചു. അവിടെയെങ്ങും ആരെയും കാണാനില്ല. കയ്യിലെ കെട്ടവൻ അഴിക്കാൻ ശ്രമിച്ചു. പെട്ടെന്നൊരു വെടിവെച്ച് കേട്ട് അവൻ ഞെട്ടി. ആയുധധാരികളായ 3-4 പേർ അവന് നേരെ നടന്നു വന്നു. അവർക്ക് മുന്നിൽ നടക്കുന്ന സംഘത്തലവൻ കോപം കൊണ്ട് ചുവന്നു തുടിക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി. കാഴ്ചയിൽ നിന്നും മനസ്സിലായി അവർ ഭീകരവാദികളാണെന്ന്. അവർ അവന് മുന്നിൽ വന്നു നിന്നു. കാണാതോ? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അയാൾ പൊട്ടിച്ചിരിച്ചു. കുസ്താ ചോടോ, പറ, ആരാ നിങ്ങൾ? എന്തിനെന്നെ ഇവിടെ കൊണ്ടുവന്നത്? അവൻ അമർഷത്തോടെ ചോദിച്ചു. ഞങ്ങളുടെ വേഷങ്ങൾ മനസ്സിലായല്ലോ നിനക്ക്? ഹിന്ദി കലർന്ന മലയാളത്തിൽ അയാൾ ചോദിച്ചു. അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. ഓ, അപ്പം നിങ്ങൾ ജാഫറിൻ്റെ ആൾക്കാരാണല്ലേ? എന്തിനെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ജാഫർ അലി നിങ്ങൾക്ക് ജീവനോട് കിട്ടാൻ പോകുന്നില്ല. അടുത്ത മാസം 25-ാം തീയതി അവനെ തൂക്കിലേറ്റുകയാണ്. അവൻ ആവേശത്തോടെ പറഞ്ഞു. അറിയാം ഞങ്ങൾക്കത്. ഞങ്ങളുടെ ജാഫറിൻ്റെ ജീവന് പകരമായി ഞങ്ങളൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് അവർക്ക്. നിന്നെ വെട്ടിനുറക്കി പെട്ടിയിലേക്ക് കൊടുത്തയക്കും അവർക്ക്. അതിനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അത് കേട്ട് പുച്ഛത്തോടെ അവൻ അയാളെ നോക്കി. കൊന്നോളൂ, മരിക്കാൻ എനിക്ക് പേടിയില്ല. എൻ്റെ നാടിന് പേടിയില്ല, സന്തോഷം. അവൻ വാശിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും നേതാവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അയാൾ ചോക്കുകൊണ്ട് അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ച്. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ അവനൊന്ന് പകച്ചു. വായിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകി. കിതച്ചുകൊണ്ട് അവൻ അയാളെ നോക്കി. പിന്നെ ചിരിച്ച്. ചിരിക്കണ്ട നീ. ഇനി നീ ആരെയും കാണില്ല. ഇവിടെ നിന്നും ജീവനോട് പുറത്തേക്ക് പോവില്ല നീ. നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരുമെന്ന് നീ കരുതണ്ട. ഇത് നിൻ്റെ ഇന്ത്യയല്ല. രോഷത്തോടെ പറഞ്ഞ് അവർ തിരിഞ്ഞു നടന്നു. അവർ പോയതും അവനൊന്ന് കിതച്ചു. പിന്നെ കണ്ണുകളടച്ച് ശബ്ദമില്ലാതെ കരഞ്ഞു. മരണം അത് തൻ്റെ തൊട്ടടുക്കൽ എത്തിക്കഴിഞ്ഞു. ഇനിയൊരു മോചനമില്ല. അവനൊന്ന് ഏങ്ങി. മരിക്കാൻ ഭയമില്ല. പക്ഷെ തൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാതെ അവൻ്റെ മനസ്സിലൂടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങൾ മിന്നി മറിഞ്ഞു. അതോർത്തതും അവൻ്റെ നെഞ്ചു വീങ്ങി. അപ്പോഴാ ആ വിളി കേട്ടതും അവനൊന്ന് ഞെട്ടി മുഖമരുന്ന് നോക്കി. മരങ്ങൾക്കിടയിലൂടെ ഒരു സുന്ദരി അവൻ അരികിലേക്ക് മന്ദം നടന്നു വന്നു. അവന് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. ഇത് സ്വപ്നമോ സത്യമോ? അവൻ തന്നോട് തന്നെ ചോദിക്കവേ അവൾ അവന് മുന്നിൽ വന്ന് മുട്ടുകുത്തിയിരുന്നു. മീനോ, അവൻ ആർദ്രമായി വിളിച്ചു. ആ വിളി കേട്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവനെ പുണർന്നു. നെറ്റിയിലും കവിളിലും ഉമ്മ വെച്ചു. മീനു, നീ എങ്ങനെ ഇവിടെ എത്തി? എൻ്റെ അപ്പേട്ടന് എവിടെയുണ്ടോ അവിടെ ഉണ്ടാകും ഈ മീനു. വേണ്ട, നീ പൊയ്ക്കോ. അവർ കണ്ടാൽ നിന്നെ വെറുതെ വിടില്ല. നീതിയോടെ അവൻ പറഞ്ഞു. ഇല്ല അപ്പേട്ട, ഈ കടൽ താണ്ടി ഞാൻ വന്നത് എൻ്റെ അപ്പേട്ടന് വേണ്ടിയാ. അപ്പേട്ടനെ രക്ഷിക്കാൻ വേണ്ടി. നിനക്കതിന് സാധിക്കില്ല മീനു. പോ, നീ തിരിച്ചു പോ. അവൻ കരച്ചിലടക്കി പറഞ്ഞു. ഇല്ല അപ്പേട്ട, മരിക്കാനാണേലും ജീവിക്കാനാണേലും ശരി, അപ്പേട്ടൻ്റെ കൂടെ ഈ മീനും ഉണ്ടാകും. അപ്പേട്ടനില്ലാതെ ഈ മീനും ഇല്ല. അവൻ കണ്ണുകൾ ഇറുകെ അടച്ച് തുറന്നതും മുന്നിൽ അവളില്ല. അവൻ അമ്പരപ്പോടെ ചുറ്റും നോക്കി. അപ്പോൾ അതൊരു സ്വപ്നമായിരുന്നു. അതെ, അതൊരു സ്വപ്നം മാത്രമാണ്. കടലിനും ഭയമുള്ള അവൻ എങ്ങനെ ഈ കടൽ താണ്ടി തൻ്റെ അരികിലെത്തും?
ഒരിക്കലുമില്ല. ഇനി ഒരിക്കലും അവളെ കാണില്ല. ആ സ്നേഹം അനുഭവിക്കാൻ കഴിയില്ല. ഈ സ്ഥലം ഇത് തൻ്റെ മരണഭൂമിയാണ്. ഇവിടെ നിന്നും ഒരു മടക്കമില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നെഞ്ചു പിളരുന്ന വേദനയോടെ അവൻ ഉറക്കെ കരഞ്ഞു. ഇത് അഥർവിൻ്റെയും മിഥിലയുടെയും കഥയാണ്. അവരാര്, എങ്ങനെ ഇവിടെ എത്തി, ഇതൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക്? പറയാം. അതിനുമുമ്പ് കുറച്ച് പിന്നിലേക്ക് പോകാം. ഉദയസൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് മുഖമുയർത്തി നോക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചെഞ്ചായം തൂവിയ കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കി അഥർ വന്ന് പുഞ്ചിരിച്ചു. നേവൽ ഉദ്യോഗസ്ഥനാണ് അഥർ പ്രഭാകർ. കൊടും കുറ്റവാളിയായ ജാഫർ അലി കടൽമാർഗം വിദേശത്തേക്ക് രക്ഷപ്പെടുകയാണെന്ന ഇൻഫർമേഷനെ തുടർന്ന് ഓഫീസേഴ്സെല്ലാം കനത്ത ജാഗ്രതയിലാണ്. അതിൻ്റെ ഭാഗമായി നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കിയതിൻ്റെ ഭാഗമായാണ് അഥർ ഷിപ്പിലെത്തിയത്. ജാഫർ അലിയെ പിടികൂടും എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് അവൻ ഇറങ്ങിയിരിക്കുന്നത്. അഥർ വന്ന് മോരി നിവർന്ന് ഒരു കോട്ടുവായിട്ട് ബൈനോക്കുലർ എടുത്ത് ഷിപ്പിൻ്റെ ഓരത്തേക്ക് ചെന്നു നിരീക്ഷണം തുടങ്ങി. ഹലോ സാർ, വിളി കേട്ടവൻ തിരിഞ്ഞു നോക്കി. 2 കപ്പിൽ ചൂട് കാപ്പിയുമായി അലക്സ് അവിടേക്ക് വന്നു. ആ, ഗുഡ് മോർണിംഗ് അലക്സ്, അവൻ പറഞ്ഞു. മോർണിംഗ്. രാത്രി മുതലേ തുടങ്ങിയതല്ലേ നിരീക്ഷണം. ഇനി അല്പം റെസ്റ്റ് എടുക്ക്. ഇത് കാപ്പി കുടിക്കുക. അലക്സ് ഒരു കപ്പ് കാപ്പി അവന് നേരെ നീട്ടി. അഥർ അത് വാങ്ങി. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ കരുതിയതേ ഉള്ളൂ ഒരു കാപ്പി കിട്ടിയിരുന്നെങ്കിലെന്ന്. നീയാണ്ട യഥാർത്ഥ ഫ്രണ്ട്. അലക്സ് അവനെ ഒന്ന് നോക്കി. അതോടെ ചിരിച്ചുകൊണ്ട് കാപ്പി കുടിച്ചു. അങ്ങക്കലിൽ നിന്ന് മുക്കുവന്മാരുടെ പാട്ട് കേട്ട് ഇരുവരും നോക്കി. വലവീശാൻ പോയ മുക്കുവന്മാർ തിരികെ കരയിലേക്ക് മടങ്ങുന്ന കാഴ്ച കാണാം. അവരുടെ പാട്ട് കേൾക്കെ അവൻ പുഞ്ചിരിച്ചു. ഇന്ന് നല്ല കോള് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ, അലക്സ് പറഞ്ഞു. അതവർ തിരിഞ്ഞവനെ നോക്കി. അതല്ലേ ഈ പാട്ട്, അതും പറഞ്ഞ് അതൊരു കപ്പ് കൊണ്ടുവച്ചു. പിന്നെ തിരികെ വന്ന് അതൊരു പുഞ്ചിരിയോടെ കടലിലേക്ക് നോക്കി. എന്ത് ഭംഗിയായി കടൽ കാണാൻ. ഓളങ്ങൾ അലതല്ലുന്ന ഈ നീലസാഗരം നോക്കിയിരിക്കാൻ തന്നെ എന്ത് രസം. എന്ത് ശാന്തയാണവൾ. ചക്രവാളത്തോളം പരന്നു കിടക്കുന്ന ഈ സാഗരം പലപ്പോഴും ജീവിതമാണെന്ന് തോന്നിയിട്ടുണ്ട്. അറ്റം കാണാനാവാത്ത ജീവിതം പോലെ. കരയേക്കാളേറെ സ്നേഹിക്കാൻ കൊള്ളാവുന്നത് ഈ കടലിനെയാണ്. അവൻ പറഞ്ഞു കേട്ട് അലക്സ് വായം പൊളിച്ച് അവനെ നോക്കി. ഹലോ സാറേ, എന്താ രാവിലെ തന്നെ ഒരു സാഹിത്യം, അലക്സ് ചോദിച്ചു. ഒന്നുമില്ല, എന്തോ അങ്ങനെ തോന്നി. അവനൊന്ന് വിശ്വസിച്ചു. ഈ കടലിനോട് ഒരിക്കലും വിട പറയാൻ ഇടയാവരുത് എന്നാ എനിക്ക്. കൊള്ളാം. ഈ കടലിൽ നിന്ന് എങ്ങനെയെങ്കിലും കരയിലെത്തിയാൽ മതി എന്നാ എനിക്ക്. അപ്പോൾ അതെൻ്റെ ഒരുത്തൻ പറയുന്നത് കേട്ടില്ലേ. എനിക്ക് ഈ ഇന്ത്യൻ നേവിയിൽ പണിവിട്ട് മെർച്ചൻ്റ് നേവിയിൽ പോകരുതോ, അലക്സ് അല്പം ദേഷ്യത്തോട് ചോദിച്ചു. അവനെ നോക്കി. എന്തു പറ്റി നിനക്ക്? എന്തെങ്കിലും പറ്റുമെന്നാ എനിക്കിപ്പോൾ പേടി. അത് നെറ്റിച്ചുടിച്ചുകൊണ്ട് അവനെ നോക്കി. എന്താണ് നിനക്ക് പറ്റിയത്? ഈ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. കൊടും കുറ്റവാളിയായ ജാഫർ അലിയ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. അവൻ്റെ മുന്നിലെങ്ങാനും ചെന്നുപെട്ടാൽ ഉടലോടങ്ങ് സ്വർഗത്തിലെത്താം, അലക്സ് നെടുവീർപ്പോടെ പറഞ്ഞു. അലക്സ്, മരിക്കാൻ പേടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ ജോലിക്ക് വന്നത്? എടാ, നമ്മുടെ നാടിൻ്റെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജീവൻ കൊടുത്തും നാം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം. അത് നമ്മുടെ കടമയാണ്. അതിന് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് അഭിമാനമാണ്. അത് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അലക്സ് മുഖം കുനിച്ചു നിന്നു. അഥർവെന്തോ ആലോചിച്ചുകൊണ്ട് ഓരത്തേക്ക് നടന്നു. കടൽ മുഴുവനും അവനൊന്ന് വീക്ഷിച്ചു. അഥർവിൻ്റെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകി. ദേഷ്യത്തോടവൻ കൈ ചുരുട്ടി. ജാഫർ, കൈ കിട്ടിയാൽ വെച്ചേക്കില്ല അവന് ഞാൻ. അവൻ കാരണം മരണമടഞ്ഞ ആ പാവങ്ങളുടെ മുഖം ഓർക്കാൻ കൂടി വയ്യ. ആ രംഗം ഓർത്തതും അവൻ്റെ മനം ഇടറി. കണ്ണുകൾ അടച്ചിട്ടും ഫലമുണ്ടായില്ല. ആ നിലവിലെ അലർച്ച, പൊട്ടിക്കരച്ച്, കൈകാലുകൾ വറപ്പെട്ടും രക്തത്തിൽ കുളിച്ച് തിരിച്ചറിയാനാവാത്ത വിധം ചിതറപ്പെട്ട ശരീരങ്ങൾ എല്ലാം കണ്ട് മനസ്സ് ചത്തുപോയിരുന്നു. ഒന്ന് കഴിഞ്ഞ ലീവിന് നാട്ടിൽ ചെന്നപ്പോൾ വെക്കേഷനായിരുന്നതിനാൽ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അമ്മ ഒരാഗ്രഹം പറഞ്ഞത്. എല്ലാവരും കൂടി പുണ്യസ്ഥലങ്ങളിലേക്ക് ഒരു യാത്ര പോയാലോ എന്ന്. എല്ലാവരും ഉണ്ടായതിനാൽ പോകാൻ താനും ഇൻട്രസ്റ്റ് കാണിച്ചു. പക്ഷേ അന്ന് ക്ഷേത്രത്തിന് മുന്നിലെ കൽപ്പടവിൽ നിന്ന് ഫോണിൽ സംസാരിച്ച് നിൽക്കുകയാണ് താഴെ നിന്ന് എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടത്. തിരക്കേറിയ നഗരത്തിന് നടുവിൽ നിർത്തിയിട്ട കാറ് ഒരു തീഗോളമായി പൊട്ടിത്തെറിക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി. നിലവിളി കേട്ട് താനന്ന് ഓടിച്ചെന്നപ്പോൾ കണ്ട കാഴ്ച. അന്ന് റെസ്ക്യൂ ഓപ്പറേഷന് താനും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഹോട്ടലിലെ റൂമിലെത്തിയത് ഒരു മരപ്പാവ കണക്കെയാണ്. പിന്നെ നിന്നില്ല, നാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് പത്രത്തിലൂടെയാണ് അറിഞ്ഞത് അതിനു പിന്നിൽ ജാഫറും സംഘമായിരുന്നെന്ന്. അതറിഞ്ഞപ്പോൾ അയാളെ കൊല്ലാനാണ് തോന്നിയത്.
ഇന്ന് അവരെ കയ്യിൽ കിട്ടിയ ഉറപ്പാണ്, വെറുതെ വിടില്ല, അവനെ കൊല്ലും, അതൊരു രോഷത്തോടെ പറഞ്ഞു. പെട്ടെന്ന് റഡാറിൽ എന്തോ ഒരു സിഗ്നൽ കണ്ട് അലക്സ് നമ്പരുന്ന്. അത് 1 മിനിറ്റ്. അലക്സ് പരിഭ്രമത്തോടെ വിളിച്ചു. അതൊരു അവനരികിലേക്ക് വന്നു. എന്താ അലക്സ്? നീ ഒന്ന് നോക്കിയേ. അതൊരു ചെക്ക് ചെയ്തു. കുറച്ചകലെ ഒരു ഷിപ്പ്. അതർവന് എന്തോ പന്തികേട് തോന്നി. അവൻ ചെന്ന് ബൈനോക്കുലർ വഴി നോക്കി. കുറച്ച് ദൂരെയായി ഒരു ചെറിയ ഷിപ്പ്. അത് പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതാണ്. അത് ചരക്ക് കപ്പലോ നേവിയുടെയോ അല്ല. അലക്സ്, ഇത് കുറച്ച് പ്രശ്നമാണ്. മനസ്സിലാക്കിയെടുത്തോളം ഇത് അവരായിരിക്കും, ജാഫർ അലിയും സംഘവും. അത് കേട്ടതും അലക്സ് ഒന്ന് ഞെട്ടി. എത്രയും പെട്ടെന്ന് സ്ഥാപന വിവരം അറിയിക്കണം, വയർലെസ് മെസ്സേജ് പാസ് ചെയ്യണം, വിടരുതവനെ, അതൊരു ദേഷ്യത്തോട് പറഞ്ഞു. എല്ലാം കേട്ട് അലക്സ് ആകെ പ്രതിമ കണക്കി നിന്നു. ഇളം വെയിലിൻ്റെ ചൂടേറ്റ് കട്ടിലിൽ നീണ്ടു നേർത്ത് കിടക്കുകയായിരുന്നു ജാഫർ. അപ്പോഴാണ് വെടിവെച്ച് കേട്ടത്. എല്ലാവരും പകച്ച് ചുറ്റും നോക്കി. തങ്ങളുടെ ഷിപ്പിന് മുന്നിലായി നേവിയുടെ ഷിപ്പ്. അതിൽ തങ്ങൾക്ക് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന ഓഫീസേഴ്സ്. അവർ ഒരു നിമിഷം പകച്ചു പരസ്പരം നോക്കി. ജാഫർ തോക്കുമായി അവർക്ക് നേരെ വന്നു. ജാഫർ അലി, രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ പിടിയിലാണ്, ഓഫീസർ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. എന്ത്, ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നോ? ആഹാ, കൊള്ളാം. ഞാൻ ആരാണെന്നറിയാമോ? ജാഫർ അലി ഈസ് അണ്ടർവേൾഡ് ഡോൺ. അതും പറഞ്ഞ് അയാൾ അവർക്ക് നേരെ തോക്കു ചൂണ്ടി. എല്ലാവരും പകച്ച് പരസ്പരം നോക്കി. അലക്സ് ശരിക്കുമെന്ന് വരണ്ടു. ഓഫീസർ വെടിയുതിർക്കാൻ ഒരുങ്ങിയതും ജാഫർ അലി തുരി അവർക്ക് നേരെ വെടിയുതിർത്തു. എല്ലാവരും വേഗം കുനിഞ്ഞിരുന്നു. ഇതൊരു അപകടം തന്നെയാണ്, എന്തെങ്കിലും ചെയ്യണം. അതൊരു ആരും കാണാതെ എഴുഞ്ഞെഴിഞ്ഞ് ഷിപ്പിൻ്റെ പിൻവശത്തേക്ക് പോയി. തോക്ക് അരിയിൽ തിരുകി കയറ് വഴി അവൻ കടലിലേക്ക് ഇറങ്ങി. മുങ്ങാങ്കുഴിയിട്ട് തീവ്രവാദികളുടെ ഷിപ്പിന് നേരെ ചെന്നു. അവരെല്ലാം ഓഫീസേഴ്സുമായി യുദ്ധം ചെയ്യുന്ന തിരക്കിലാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയെടുത്തു. ഈ സമയം അഥർവവും ആരും കാണാതെ ഭീകരവാദികളുടെ ഷിപ്പിൽ കയറിപ്പറ്റി. പതുങ്ങി ചെന്ന് അവരിൽ ഒരുവനെ പിന്നിലൂടെ പിടിച്ച് വാപ്പൊത്തി പിന്നിലേക്ക് കൊണ്ടുപോയി. അയാളുടെ കഴുത്ത് പിടിച്ച് തിരിച്ചതും അയാൾ വായിൽ നിന്നും രക്തമൊഴുകി. അയാൾ താഴെ വീണു. അത്ര വേഗം അയാളുടെ വേഷമെടുത്തണിഞ്ഞ് തോക്കുമായി അവർക്കിടയിലേക്ക് ചെന്നു. തോക്കിലെ ബുള്ളറ്റ് തീർന്നതും ജാഫർ അലി ദേഷ്യത്തോടെ ആയുധം വെച്ച് പെട്ടി തുറന്നു. അതിൽ നിന്ന് ഒരു ബോംബെടുത്ത് അവർക്ക് മുന്നിലേക്ക് നടന്നു. ഏതൊക്കെ ബോംബ് കണ്ടതും എല്ലാവരും ഞെട്ടി. നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനമാണ്. ഗുഡ് ബൈ ഓഫീസേഴ്സ്, ഇനി നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. അതും പറഞ്ഞ് അയാൾ അവർക്ക് നേരെ എറിയാൻ തുനിഞ്ഞതും പുറകിൽ നിന്ന് അയാളുടെ മേലെ ചാടി വീണു. പിടിച്ച് തിരിച്ചതും ബോംബ് കടലിൽ ചെന്ന് വീണു. വമ്പൻ ശബ്ദത്തോടെ അത് പൊട്ടിത്തെറിച്ചു. ഓഫീസേഴ്സ് എല്ലാം ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ നിന്നു. പിന്നെ കാര്യം മനസ്സിലാവാതെ ജാഫർ അലിയുടെ ഷിപ്പിലേക്ക് നോക്കി. ജാഫറിനെ പിടിച്ച് കവളിൽ ആഞ്ഞടിച്ചു. ദേഷ്യത്തോടെ അയാൾ അഥർവിനെ പിടിച്ച് അവൻ്റെ മുഖം മറച്ച് തുണി മാറ്റി. അഥർവിനെ കണ്ട് തീവ്രവാദികളെല്ലാം ഒരു നിമിഷം പരസ്പരം നോക്കി. ഓഫീസേഴ്സ് അലക്സുമെല്ലാം അമ്പായിരുന്നു. അത് ഗ്രേറ്റ്, കമോൺ, നമുക്ക് അവിടെ ചെന്ന് അഥർവിനെ സഹായിക്കാം. അലക്സും മറ്റു 2 പേരും കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഷിപ്പിൽ കയറിപ്പറ്റി. അവിടെ വെച്ച് സംഘടനം. അരിശം കയറിയ അഥർ വലിയ ഇരുമ്പ് തണ്ടെടുത്ത് ജാഫറിൻ്റെ കയ്യും കാലം ആഞ്ഞടിച്ച് അയാൾ വേദന കൊണ്ട് നിലവിളിക്കുന്നേ, കരഞ്ഞോ നീ എത്ര വേണേലും? നീ അറിയണം, നീ കാരണം വെന്തു മരിച്ച പാവം മനുഷ്യർ അനുഭവിച്ച വേദന നീ അറിയണം. അതും പറഞ്ഞ് അഥർ അയാളുടെ തലയിൽ ആഞ്ഞടിക്കാനൊരുങ്ങിയതും അയാൾ ഭഗന്ന് വായന്ന് പൊളിച്ചു. അലക്സ് ഞെട്ടി ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റി. എന്താ അഥർ ഇത്? അയാൾ ചത്തുപോകും, ചാവട്ടെ അവൻ. ഇവനെ പോലുള്ളവരൊക്കെ കൊള്ളുന്നത് ഒരു പുണ്യകർമ്മമാണ്. അത് കൂൾ. അപ്പോഴേക്കും കോസ്റ്റ് ഗാർഡ്സും പോലീസും ഒക്കെ എത്തി. അത് ദേഷ്യത്തോടെ ജാഫറിനെ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. അവർ അയാളെ വിലങ്ങു വെച്ചു. ബോട്ട് തീരത്തേക്ക് അടുക്കുമ്പോഴേ കണ്ടു അവരെ കാത്തു നിൽക്കുന്ന പോലീസിനെ. അവർ ജാഫർ അലിയെ പിടിച്ചു. പോലീസിൻ്റെ കൂടെ പോകവേ ജാഫർ രൂക്ഷമായി അഥർവിനെ നോക്കി. ചെറുപ്രായത്തിൽ ചോരത്തിളപ്പ് കൊള്ളാം, പക്ഷേ അധികമുണ്ടാവില്ല അത്. അയാൾ അഥർവിൻ്റെ മുന്നിലെത്തിയതും അവിടെ നിന്ന് പറഞ്ഞു. അഥർ അരിക്കാനൊങ്ങിയതും അലക്സ് പിടിച്ചു. പോലീസ് അയാളെ കൊണ്ടുപോയി. ഈ സമയം ഷിപ്പിലുണ്ടായിരുന്ന ഓഫീസറും മറ്റുള്ളവരും അവനരികിലേക്ക് വന്നു. അഥർ, തൻ്റെ സമയോചിതമായ ഇടപെടലാണ് ഞങ്ങളെല്ലാം രക്ഷിച്ചത്. ജാഫർ അലിയെ പിടികൂടാനായത്. എനിവേ, കൺഗ്രാറ്റ്സ്. അവൻ പുഞ്ചിരിച്ചു. ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് സർ ചെയ്തത്. ജാഫർ അലി ഇവിടെയുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഉറപ്പിച്ചതായിരുന്നു അവന് പിടികൂടണമെന്ന്. ശരി. ഓഫീസേഴ്സും മറ്റുള്ളവരും അവന് ഷെയ്ക്കാൻ നൽകി പോയി. വാടാ, ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞില്ലേ, റൂമിൽ ചെന്നൊന്ന് വിസ്തരിച്ച് കുളിച്ച് നീണ്ടു തവർന്ന് കിടന്നുറങ്ങണം, അലക്സ് പറഞ്ഞു. അഥർവ അവനെ ഒന്ന് നോക്കി. പിന്നെ 2 പേരും നടന്നു.
തല തോർത്തിക്കൊണ്ട് അതർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിച്ചീക്കുമ്പോൾ കണ്ടു കട്ടിലെ തലയണയും കെട്ടിപ്പിടിച്ച് കമിഴ്ന്ന് കിടന്ന് കൂർക്കം വലിച്ചിറങ്ങുന്ന അലക്സിനെ. അവനൊന്ന് ചിരിച്ചു. അപ്പോഴേക്കും വാതിലിൽ മുട്ടുകെട്ടു. അതവൾ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് 2 ഗ്ലാസ് ചായയുമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉബൈദിനെ കണ്ടതും അതർവിൻ്റെ കണ്ണുകൾ വിടർന്നു. ക്യാൻറ്റീനിലെ ജീവനക്കാരനാണ് ഉബൈദ്. മലബാറുകാരനായ ഉബൈദ് പണ്ട് ലക്ഷദ്വീപ് കാണാൻ വന്നതാണ് കക്ഷി. ഇവിടെ വന്ന് തിരിച്ചു പോകാൻ തോന്നിയില്ല. ഇവിടെ തന്നെ കൂടി. അതർവിനെയും അലക്സിനെയും ഉബൈദിന് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്കായുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്ന പരിപാടി ഉണ്ട് ഉബൈദിന്. ഗുഡ് മോർണിംഗ് സാറേ, ഇതാ ചായ, അയാൾ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അത് പറഞ്ഞ് അതർവ് ചായ എടുത്ത് കുടിച്ചു. അയാൾ അലക്സിനെ നോക്കി. അവൻ നല്ല ഉറക്കം. ആ, അലക്സ് സാറ് നല്ല ഉറക്കാനുള്ള. ചായ എന്തൊക്കെ അയാൾ ചോദിച്ചു. ഇത് ചായ അവിടെ വെച്ചേക്ക്, ഉണരുമ്പോൾ അവനെടുത്ത് കുടിച്ചോളും. അത് പറഞ്ഞു. അയാൾ ചായ ടേബിളിന്മേൽ വെച്ചു. കുടിസാപ്പേ, ആ കയ്യൊന്ന് നീട്ടുമോ? അതൊരു മനസ്സിലാവാതെ അയാളെ നോക്കി. എന്തിനേക്കാ? കൈ നീട്ടപ്പാ, പറയാ, അയാൾ പറഞ്ഞു. അതൊരു കൈ നീട്ടി. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു കറുത്ത ചരടെടുത്ത് കണ്ണടച്ച് എന്തൊക്കെയോ ജപിച്ച് അവൻ്റെ കയ്യിൽ കെട്ടി. എന്തായിക്കത്? പൂഷിച്ച് ചരടാന്ന്, നിങ്ങളെ രചക്കാന്ന്. ആ ജാപ്പർ നിങ്ങളെ പിടിച്ച കാര്യമൊക്കെ നമ്മളറിഞ്ഞ്. ഓൻ്റെ കൂട്ടാളികൾ വെറുതെ ഇരിക്കൂല. പഠിച്ചോ നിങ്ങളെ കാക്കട്ടെ. അപ്പോൾ നമുക്കൊന്നുമില്ലേ? ചോദ്യം കേട്ട് ഇരുവിനെ തിരിഞ്ഞു നോക്കി. പുതപ്പ് മാറ്റി അലക്സ് എന്നിട്ട് ചായ എടുത്ത് കുടിച്ചു. ആഹാ, അപ്പം നീ ഉറങ്ങില്ലായിരുന്നോ? എങ്ങനെ ഉറങ്ങാനാടാ? കണ്ണടയ്ക്കുമ്പോൾ ആ ജാഫറിൻ്റെ മുഖമാണ് തെളിയുന്നത്. എന്തൊക്കെയായിരുന്നു! ഓർക്കുമ്പോൾ തന്നെ കയ്യും കാലും പിറക്കാം. ഒരു നിമിഷം വൈകിയിരുന്നേ ആ ബോംബ് പൊട്ടി നമ്മളപ്പോൾ പരലോകത്തെത്തിയേനെ. അത് പറയുമ്പോഴും അലക്സിൻ്റെ മുഖത്തെ ഭീതി മാറിയിരുന്നില്ല. ഉണ്ടായ കാര്യമൊക്കെ കുറച്ച് ആടന്ന് വിടുന്നും കേട്ടേ ഇല്ലു. ശരിക്കും ഉണ്ടായതറിയാനാ ഞാൻ തന്നെ ചായയും കൊണ്ട് വന്നേ. ഒക്കെ പറയേക്ക. അത് വന്ന് ഏതായാലും ഇപ്പം വേണ്ടപ്പാ, നിങ്ങൾ കിടന്നുറങ്ങിക്കോ, ഞാൻ പിന്നെ വരാം. അത് പറഞ്ഞ് കപ്പുമായി ഉബൈദ് പോയി. ചായ കൂടി കഴിഞ്ഞ് അലക്സ് അതർവിനെ നോക്കി. അതെ, ഞാൻ കിടന്നുറങ്ങാൻ പോവാം. എന്നെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഒന്നാ വിളിച്ചാൽ മതി, അലക്സ് താക്കീതോടെ പറഞ്ഞു. ഓ ശരി മഹാരാജൻ. അത് പറഞ്ഞു അലക്സ് ബാങ്ക് ലൈറ്റ് എടുത്ത് തലവഴി മൂടി. അതർവൊന്ന് നിശ്വസിച്ചു. നല്ല ക്ഷീണമുണ്ട്. അവൻ ചെന്ന് തൻ്റെ ബെഡിൽ കിടന്നു. കണ്ണുകളടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ സാധിച്ചില്ല. മനസ്സിൽ എന്തോ ഒരു വിമ്മിഷ്ടം പോലെ. അവൻ എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് ചെന്നു. പരവതാനി വിരിച്ചതുപോലെ നീണ്ടുകിടക്കുന്ന സാഗരം കാണാൻ എന്തു ഭംഗിയാണ്. തിരയാക്കുന്ന കരങ്ങളാൽ അവൻ തൻ്റെ പ്രണയിനിയെ തലയൊടുകയാണ്. എന്നാൽ പിണങ്ങി നിൽക്കുന്ന കരയാകട്ടെ ഓരോ തവണയും ആ കൈ തട്ടി മാറ്റുന്നു. പക്ഷെ കടലുണ്ടോ വിടുന്നു. അവൻ വീണ്ടും അവളെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. കരയും കടലും തമ്മിലുള്ള പ്രണയം എന്ത് രസമാണ്. ഓരോന്നാലോചിച്ച് ചിരിക്കവെയാണ് പെട്ടെന്ന് അവനൊരു കാര്യം ഓർത്തത്. ഓ മൈ ഗോഡ്, മറന്നല്ലോ, എവിടെ എൻ്റെ ഫോൺ? അവൻ ചുറ്റും നോക്കി. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചാർജ് കുറവായതിനാൽ എടുത്തില്ലായിരുന്നു. അവൻ അവിടെ മാകെ തിരിഞ്ഞു. ഒടുവിൽ മേശമേലിരിക്കുന്ന ഫോൺ കണ്ടു. അത് ഓഫായിരിക്കുന്നു. അത് ഫോൺ ഓണാക്കി പവർ ബാങ്ക് വെച്ച് കണക്ട് ചെയ്ത ശേഷം അവൻ ഫോൺ നോക്കി. 10 മിസ്ഡ് കോൾ. അവൻ മേടിച്ചു നോക്കി. ആരാ ഇത്? അവൻ നോക്കി. ആ പേര് കണ്ടതും അവൻ്റെ മുഖം പൂനില ഉദിച്ചതുപോലെ തിളങ്ങി. ഏനോ? അവൻ അതരങ്ങൾ മൊഴിഞ്ഞു. അപ്പോഴേക്കും കോളടിച്ചു. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, ഇന്നുമെന്റേതു മാത്രം ഉരുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. അത്രയും കേട്ടപ്പോഴേക്കും അവൻ ഫോണെടുത്ത് കാതോട് ചേർത്തു. ഹലോ. അവൻ ആന്തരമായി വിളിച്ചു. എവിടെയായിരുന്നു അപ്പോയിട്ട? ഞാൻ എത്ര തവണ വിളിച്ചെന്നു. കിട്ടാതായപ്പോൾ ഞാൻ എത്രമാത്രം പേടിച്ചെന്നു. പരിഭവവും പരിഭ്രമവും കലർന്ന സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മാനം തുടിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ തിരക്കാണെന്ന്, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നൊക്കെ. നീ മറന്നോ? അവൻ ചോദിച്ചു. മറന്നതല്ല, എന്താണെന്നറിയില്ല അപ്പോയിട്ട. ഒരു വല്ലായ്മ പോലെ വെൽപ്പമായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ആരോ അപ്പോയിട്ടിനെ വെടിവെക്കുന്നതായിട്ട്. ഞാനൊക്കെ പേടിച്ചു പോയി. അപ്പം മുതൽ വിളിക്കുന്നതാ. അതൊരു ശരിക്കും നമ്പർന്ന്. അപ്പോയിട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അവളൽപ്പം ഭീതിയോട് ചോദിച്ചു. ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ആ പേടിച്ച് കാര്യം തുടങ്ങും. തൽക്കാലം ഒന്നും പറയണ്ട. അവൻ ആലോചിച്ചു. എന്ത് കുഴപ്പം? ഒന്നുമില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ റൂമിൽ വന്നതേ ഉള്ളൂ. ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഫോൺ ഓഫായിപ്പോയി.
അതുകൊണ്ട് പോകുമ്പോൾ എടുക്കാനും മറന്നു. അപ്പോഴെന്താ കിടന്നോ? ക്ഷീണം കാണില്ലേ? ഞാൻ പിന്നെ വിളിക്കാം. അമ്പലത്തിൽ പോകണം. അപ്പോഴിൻ്റെ പേരിൽ വഴിപാടൊക്കെ കഴിക്കണം. വഴിപാടൊക്കെ കഴിക്കുന്നതൊക്കെ കൊള്ളാം. മറ്റേ ശയന പ്രദക്ഷിണമോ കയ്യിൽ കടപ്പുറം വെച്ച് കത്തിക്കുകയോ ഉള്ള പരിപാടി കഴിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നേ കേട്ടല്ലോ. അതെന്താ? അതിനെന്താ? എന്താന്നോ കഴിഞ്ഞ തവണ ശയന പ്രദക്ഷിണം നടത്തിയത് മറന്നോ നീ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവളൊന്ന് പരിങ്ങി. അത് പിന്നെ എനിക്ക് സുഖമില്ലാത്ത സമയമായോണ്ടല്ലേ. വേണ്ട, ഉരുളണ്ട, പറഞ്ഞത് കേട്ടല്ലോ. അവൾ മോളി. അല്ല, എപ്പോഴാണ് നിന്റെ പരീക്ഷ റിസൾട്ട്? അവൻ ചോദിച്ചു. അത് കേട്ടതും അവളുടെ മുഖം മാറി. അതിപ്പോൾ എന്തിനാ അറിയുന്നത്? പിന്നെ അറിയാതെ ഇത്തവണയെങ്കിലും പാസ്സാവൂടി? അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഇയാൾക്ക് പഠിത്തക്കാരിയാ വേണ്ടതെങ്കിലും വേറെ വല്ല പെൺപിള്ളേരെ നോക്കും. ഞാനടിയാ. അത് കേട്ടതും അവൾക്ക് ചുണ്ടി കയറി. അപ്പോഴതേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. പിന്നെ +2 പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായല്ലോ. എന്നിട്ട് എന്താണ് ചെയ്യിക്കാത്തത്? എനിക്ക് സൗകര്യമില്ല അഞ്ചി. ഇയാളെ കൊണ്ടുപോയി കേസ് കൊടുക്കും. അവൾ കുശുമ്പോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് ചിരി വന്നു. അവളിപ്പോൾ തൻ്റെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ ആ മുഖമൊന്ന് കാണണമായിരുന്നു. വേർപ്പിച്ച് ബലൂൺ പോലെ ഇരിക്കും. വല്ലപ്പോഴാണ് സൗകര്യം കിട്ടുമെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിണങ്ങിക്കോണം. അവൾ പറഞ്ഞു. വഴക്കടിച്ച് ഫോൺ വെക്കുന്നതാടി സുഖം. 2 റൊമാൻറ്റിക് വേർഡ്സ് പറഞ്ഞ് ഫോൺ വെച്ചാലേ പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലടി. നിന്നെ കാണാൻ പറന്ന് വരണമെന്നൊക്കെ തോന്നി നിൽക്കും. അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാ ഇടർന്ന സ്വരത്തോടെ അവൾ വിളിച്ചു. ആ വിളി അവൻ്റെ ഹൃദയത്തെ കൊണ്ടു. എന്താണ് പിന്നെ? അപ്പോഴെന്നെ എന്നാ വരിക? എനിക്ക് കാണാൻ കൊതിയാണ്. വരാടി, ഉടനെ തന്നെ വരാം. അല്ല വേണ്ട, നീ ഇങ്ങോട്ട് പോരും. അയ്യോ, ലക്ഷദ്വീപിലേക്കോ? ഞാനും പോല. കടലിൻ്റെ നടുവിലല്ലേ, എനിക്ക് പേടിയാ. അപ്പോഴെന്നെ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ടെങ്ങാനും പോരരുതോ? ഒന്ന് പോടി. എനിക്ക് ഇവിടുന്ന് പോരാനേ തോന്നില്ല. നിന്നെ കിട്ടി ഹണിമൂൺ ഇവിടെ ആഘോഷിക്കാനാ ഞാൻ ബ്ലെയിം ചെയ്യുന്നത്. നടന്നത് തന്നെ ഞാൻ വയ്ക്കാം. അപ്പോഴെന്നെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നല്ലേ പറഞ്ഞത്. പോയി കിടന്ന് ഉറങ്ങിക്കോ. അവൾ പുഞ്ചിരിയോട് ഉറങ്ങൊക്കെ ചെയ്യാം, പക്ഷേ അതിനു മുമ്പ് ഒന്നും തന്നില്ല. അവൻ പറഞ്ഞു. എന്തു തരാൻ? അവൻ മനസ്സിലാക്കാത്തതുപോലെ ചോദിച്ചു. അറിയില്ലേ വേണ്ട, ഇവിടെ നല്ല സുന്ദരിമാരുണ്ട്. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. അത് കേട്ടതും അവൾ ഞെട്ടി. അപ്പോട്ടാ, എന്നാ നീതാ? അവളൊന്ന് ചിണുങ്ങി. പിന്നെ ഫോൺ ചുണ്ടോട് ചേർത്ത്. അവൾ കണ്ണുകൾ ഇറുകി അടച്ചു. പിന്നെ പതിയെ തുറന്നു. കൺമുന്നിൽ നാണത്താൽ കുടുന്ന ആ 2 കരിനീല കണ്ണുകളുമായി ഒരു താവണിക്കാരി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ അധരങ്ങൾ വിറക്കുകയാണ്. അവൻ പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. അത് കണ്ട് അവൾ പകച്ചു. ആ കരിനീല കണ്ണുകൾ പരിഭ്രമത്തോടെ തന്നെ നോക്കിയതും അവൻ അവളുടെ 2 തോളിലും പിടിച്ചു. മീനു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു. അപ്പോഴാ ഇരുവരും കണ്ണുകൾ അടച്ചു. മീനു എന്ന് വിളി കേട്ട് മൂടി പൊതിച്ചുറങ്ങിയായിരുന്ന അലക്സിൻ്റെ ഉറക്കം തെളിഞ്ഞു. നാശം പിടിക്കാൻ ആരാത്? തലവഴി മൂടിയ ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റി അലക്സ് കട്ടിലിൽ എഴുന്നേറ്റിരുന്നതും കാഴ്ച കണ്ട് വായും പൊളിച്ച് നിന്ന് പോയി. ഫോണും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണടച്ച് മീനു എന്ന് വിളിക്കുന്ന അവനെ കണ്ട് അലക്സ് ചിരിച്ചു. തുടരും.